ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന പരാതി നൽകിയ അതിജീവിതയുടെ മൊഴിയെടുക്കൽ അവസാന ഘട്ടത്തിലേക്കാണ്. അതിജീവിതയെ പോലീസ് മൊഴി വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിജീവിതയുടെ സ്വകാര്യത മാനിക്കാതെ ചട്ടം ലംഘിച്ച് രാത്രിയാണ് പോലീസ് മൊഴിയെടുക്കാൻ തിടുക്കപ്പെട്ടെത്തിയത്. അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന കോടതി നിർദ്ദേശവും കാറ്റിൽ പറത്തിയായിരുന്നു പോലീസിന്റെ നടപടികൾ. വീടിന് മുന്നിൽ 2 പോലീസ് വാഹനങ്ങളും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വാഹനങ്ങൾ മാറ്റി യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും പിൻവാങ്ങി. മൊഴിയെടുക്കാനായി എത്തിയ മലപ്പുറം അഡീഷണൽ എസ്പിയും ഇറങ്ങിപ്പോയി. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുരുതരമായ ചട്ടലംഘനം, കോടതിയലക്ഷ്യം, നിയമലംഘനം ഇതൊക്കെ നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. നാളെ കോടതിയിൽ സ്വകാര്യ ന്യായത്തിന്മേലുള്ള വാദം വിശദമായി കേൾക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ തിടുക്കപ്പെട്ട് പോലീസ് എത്തി മൊഴി ശേഖരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തെ തിരിച്ചടി കണ്ടാണോ ഇത് ചെയ്തിട്ടുണ്ടാവുക? അത് തന്നെയാണ് സാധ്യത അരുൺ. നിയമവിരുദ്ധമായ ഈ നീക്കം പോലീസ് നടത്തിയത് ഒരുപക്ഷെ പരാതി അട്ടിമറിക്കാനായിരിക്കണം. മാത്രമല്ല, അതിജീവിതയെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മൾ വാർത്ത കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സമയത്തും പോലീസ് വാഹനങ്ങൾ അവിടെ തുടരുമായിരുന്നു. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മൊഴിയെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 2-3 മിനിറ്റ് മുമ്പ് അവർ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അരുൺ, അവർ സ്വകാര്യ വാഹനത്തിലാണ് പോയത്. നേരത്തെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് ജീപ്പും അതുപോലെ പോലീസിൻ്റെ ഇന്നോവയും പറഞ്ഞയച്ചിരുന്നു. SP-യുടെ നിർദ്ദേശപ്രകാരമാണ് മൊഴിയെടുക്കാൻ വന്നത് എന്നാണ് 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തവർ അഭിഭാഷകരോട് പറഞ്ഞത്. അഡീഷണൽ SP അവിടെ ഉണ്ടായിരുന്നു. അഡീഷണൽ SP-യുടെ സാന്നിധ്യത്തിലായിരുന്നു രാത്രിയുള്ള മൊഴിയെടുപ്പ്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വാഹനങ്ങൾക്കൊപ്പം യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം അഡീഷണൽ SP-യും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് 3 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ അതിനകത്തുണ്ടായത്. അതിജീവിതയോട് അഭിഭാഷകർ സംസാരിക്കുകയും ചെയ്തു. നാളെ ഈ വിഷയം ഗുരുതരമായ ചട്ടലംഘനം, നിയമലംഘനം, നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം, ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരും എന്നാണ് അതിജീവിതയുടെ അഭിഭാഷകർ അറിയിക്കുകയും ചെയ്യുന്നത്. ഈ പരാതി അട്ടിമറിക്കാൻ ഉള്ള ഒരു സമ്മർദ്ദ നീക്കം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇവരുടെ ഈ പരാതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെത്തി ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ പുറത്തിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളുടെ ഒരു ശക്തി തെളിയിക്കുക എന്ന മട്ടിലുള്ള പ്രകടനം ആയിരുന്നു പോലീസിൻ്റേത്, അല്ലേ? വിനീത, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിസ്ഥാനത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അട്ടിമറിയുടെ നീക്കം നടത്തും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 4 ദിവസമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാതെ നിയമവിരുദ്ധമായ നടപടിയിലൂടെ ഈ പോലീസ് മുന്നോട്ട് പോയത്. അതായത് ഈ പരാതി വന്നതിന് ശേഷം മലപ്പുറം SP ചെയ്തത് അഡീഷണൽ SP-യോട് പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടാൽ പരാതി തള്ളിക്കളയാനുള്ള നീക്കമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ പരാതി കൊടുത്ത് 4 ദിവസമായിട്ടും FIR ഇടാത്തതിനെ തുടർന്നാണ് അതിജീവിത ഇന്ന് സ്വകാര്യ അന്യായവുമായി കോടതിയിലെത്തിയത്. പക്ഷേ കോടതിയിൽ നിന്ന് വളരെ കൃത്യമായ അഭിഭാഷകരോട് പറയുകയും ചെയ്തു, അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കവും നിങ്ങളിൽ നിന്നുണ്ടാവരുത്. മാത്രമല്ല, ഈ സ്വകാര്യ അന്യായവുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളൊന്നും, ഇന്ന് കോടതിയിലുണ്ടായ സംഭവങ്ങളൊന്നും മാധ്യമങ്ങളെ അറിയിക്കരുത്. അങ്ങനെ അതീവ രഹസ്യമായി മജിസ്ട്രേറ്റ് കോടതി നടത്താൻ ശ്രമിച്ച നീക്കമാണ് പോലീസ് ഇന്ന് പുല്ലുപോലെ തള്ളിക്കളഞ്ഞത്. ഇത് കോടതി അലക്ഷ്യം കൂടിയാണ് വിനീത. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ സംശയിക്കുന്നത്. അതിലൊന്ന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിജീവിത കൊടുത്ത പരാതി അട്ടിമറിക്കുക. 2, നാട്ടുകാർക്ക് മുമ്പിൽ അതിജീവിതയെ പരസ്യമാക്കിക്കൊണ്ട് കൂടുതൽ സമ്മർദ്ദപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്മാറുക. ഈ 2 പ്രധാന ഉദ്ദേശങ്ങളായിരുന്നു പോലീസിന് ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം 2022 ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ CI വിനോദ്, അന്നത്തെ പൊന്നാനി CI ആയിരുന്നു, തന്നെ ചൂഷണം ചെയ്തെന്ന പരാതി DYSP VV ബെന്നിക്ക് കൈമാറുന്നു. VV ബെന്നിയും FIR എടുക്കാതെ മൊഴിയെടുക്കലുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം വന്ന് അതിജീവിതയെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് അതിജീവിത
തടയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് വി ബെന്നിക്കെതിരെയും CI വിനോദിനെതിരെയും SP പരാതി നൽകി. SP-യും FIR ഇട്ട് അന്വേഷണം നടത്തി. അന്വേഷണം നടത്താനുള്ള നീക്കമല്ല നടത്തിയത്, പകരം മൊഴിയെടുത്ത് കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിയത്. ഇപ്പോൾ പിന്നീട് പോലീസിന്റെ വേർഷനായി വരുന്നത് അന്നത്തെ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അന്ന് തന്നെ ഗുരുതരമായ കുറ്റകൃത്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം 376 കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. അതനുസരിച്ച് ഒരു പരാതി കിട്ടിയാൽ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷമേ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാവൂ. അങ്ങനെയെങ്കിൽ 2022 സുജിത് ദാസിൻ്റെയും ബെന്നിയുടെയും CI വിനോദിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് ഈ കേസ് FIR രജിസ്റ്റർ ചെയ്യാതെ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ നീക്കം തന്നെയാണ് അതിജീവിത നൽകിയ പരാതിയിൽ എന്തിനായിരുന്നു അവർക്ക് പകൽ സമയമുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു പരാതി നൽകിയിട്ട്. ഇതിനിടയിലൊന്നും മൊഴിയെടുക്കാതെ ഇപ്പോൾ രാത്രി ഇത്തരത്തിൽ വന്ന് മൊഴിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, അവർ അവരുടെ വീട്ടിൽ തന്നെ തുടരുന്നയാളാണ്, മറ്റെവിടേക്കെങ്കിലും പോകുന്നയാളല്ല. മൊഴിയെടുക്കുക എന്നത് നാളെ രാവിലെയും ആകാമല്ലോ. മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയരുന്ന ആരോപണങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കാരണം കേരളത്തിലെ മറ്റിടങ്ങളിൽ നടക്കുന്ന രീതിയല്ല മലപ്പുറത്തുള്ളത്. മലപ്പുറത്തെ പോലീസ് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവർക്ക് പ്രത്യേക നിയമമാണ്, പ്രത്യേക ചട്ടമാണ്, പ്രത്യേക രീതികളാണ്. അവർ തോന്നുന്നത് പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മരം മുറിയുടെ പേരിൽ ആ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MLA-യുടെ കാല് പിടിക്കുന്ന SP സുജിത് ദാസിനെ നമ്മൾ ആരും മറന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു മറ്റ് കാര്യങ്ങളിലും. അതുപോലെ ഡ്രങ്കൺ കേസുകളിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാരെ മയക്കുമരുന്ന് കേസുകളിൽ പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെയുണ്ട്. താനൂരിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച താമിർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടിച്ചു കൊല്ലുന്ന ചിത്രം നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഒരുപക്ഷേ അതേ രീതിയിൽ തന്നെ ഈ കേസിനെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ പരാതി അട്ടിമറിക്കുക, ഈ അന്വേഷണം അട്ടിമറിക്കുക, ഒപ്പം അതിജീവിതയെ അപമാനപ്പെടുത്തുക എന്ന നീക്കവും പോലീസിനുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് കൂടിയാണ് വിനീത നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ആരോപണ വിധേയനായ CI വിനോദ്, അന്നത്തെ പൊന്നാനി CI വിനോദ് പരസ്യമായി ഈ സ്ത്രീയെ അപമാനിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇവർ ഹണി ട്രാപ്പിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, മറ്റുള്ളവരോട് പണത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു നല്ല സ്ത്രീയല്ല. അങ്ങനെ ആ സ്ത്രീയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർ ഉന്നയിച്ച പരാതി മോശമാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്നും സർവീസിലിരിക്കുന്ന ഒരു CI വന്ന് പറഞ്ഞിട്ടും മലപ്പുറം SP ആ CIക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നതിനർത്ഥം മലപ്പുറത്തെ പോലീസിന് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിയമവിരുദ്ധമായ ഒരുപാട് നീക്കങ്ങളാണ് ഇന്ന് നടന്നത്. അവിടെ പുരുഷ പോലീസുകാർ എന്തിന് മൊഴിയെടുക്കാനെത്തി? ആ വീടിൻ്റെ മുന്നിൽ എന്തിന് പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടു? ആ വീടിൻ്റെ മുന്നിൽ എന്തിന് യൂണിഫോം ഇട്ട പോലീസുകാരെ നിർത്തി? ഇതൊന്നും കൂടാതെ 6 മണിക്ക് ശേഷം, സൂര്യാസ്തമയത്തിന് ശേഷം ഒരു സ്ത്രീയുടെ മൊഴിയെടുക്കരുത്, അറസ്റ്റ് രേഖപ്പെടുത്തരുത് എന്ന ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ധൃതി പിടിച്ചെന്തിനാണ് ഇന്ന് രാത്രി വന്ന് 4 മണിക്കൂർ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്? ഇത് അട്ടിമറിയുടെ ശ്രമം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ വാർത്ത കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ 4 മണിക്കൂറും വാഹനം അവരുടെ വീട്ടിൻ്റെ മുന്നിൽ തുടർന്നേനെ, നാട്ടുകാർക്ക് മുന്നിൽ അവരെ പ്രദർശിപ്പിച്ചേനെ. മാത്രമല്ല അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ മൊഴി മാറ്റിക്കാനുള്ള വലിയ ശ്രമവും ഉണ്ടായേനെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ അതിജീവിതയുടെ മൊഴിയെടുക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് വിനീത. ഇവിടെ മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢമായ നീക്കങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സംസാരിക്കുന്ന തെളിവുകളാണിത്. അതിജീവിതയെ ബന്ധപ്പെടാൻ, അവരെ ഫോൺ വിളിക്കാൻ അഭിഭാഷകനെ അനുവദിക്കുന്നില്ല. അഭിഭാഷകൻ വാഹനം മാറ്റിയിടണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് പുച്ഛിച്ച് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിയമത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടല്ല, തങ്ങൾ ഇങ്ങനെയാണ് എന്ന് പരസ്യമായി സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്ന രീതിയിലേക്ക് ഈ പോലീസ് സംഘം അധപ്പതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. അവിടുത്തെ അതുവഴി പോയവരെല്ലാം വാഹനം നിർത്തി നോക്കുന്നു, നടന്നു പോകുന്നവർ കൂടി നിൽക്കുന്നു. ചുരുക്കത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി ഇന്ന് പൂർണ്ണമായി നാട്ടുകാർക്ക് മുന്നിൽ
ബോധ്യപ്പെടുത്താനുള്ള ഇവരാണ് അത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. ഒരുപക്ഷെ അങ്ങനെയെങ്കിലും അവർക്ക് നാണക്കേട് തോന്നി പരാതിയിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമമായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് കണ്ടറിയേണ്ടി വരും. നാളെ ഇപ്പോൾ സ്വകാര്യ അന്യായം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതിലൊരു തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്തും കോടതി പറഞ്ഞ വാക്കുകളെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ ഇന്നത്തെ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, ഏതായാലും അതിജീവിതയുടെ മൊഴിയെടുക്കൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ ഇത്രയും നാടകീയമായി മൊഴിയെടുക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. TV പ്രസാദ് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഏതായാലും സ്വകാര്യ അന്യായം അവർ ഫയൽ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.